എന്താ കട്ട് ചെയ്തത്? സംസാരിക്കാൻ നിൽക്കാൻ താല്പര്യമില്ലാത്തോണ്ട്. എന്താ സംസാരിക്കുന്നത്? നിങ്ങളൊരു മീഡിയക്കാരല്ലേ? അപ്പൊ തന്നെ കണ്ട നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അതിലേക്ക് ഞങ്ങൾ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ റെഡി ആവുന്നത്? കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണോ അതോ ശിക്ഷിക്കണ്ടേ? അവർ ആ തെറ്റിലൂടെ തന്നെ സഞ്ചരിക്കണോ? അതാണോ നമ്മൾ സമൂഹം വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത്? അതോ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന അധ്യാപകരെ ശിക്ഷിക്കുന്ന രീതിയാണോ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്? ഏതാണ് ശരി? നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുവളപ്പിൽ. ഇന്ന് ഞാൻ കാണാനിടയായ ഒരു വീഡിയോ, അതായത് ഒരു സ്വകാര്യ ചാനലിൽ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ്. വീഡിയോയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. വളരെ വിഷമകരമായി അത് കണ്ടപ്പോൾ. കാരണം ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ സ്കൂളിലെ തന്നെ ആ ക്ലാസ്സിലിരിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും. ഈ വിദ്യാർത്ഥിക്ക് അവിടെ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിയമം ഫോളോ ചെയ്യുന്ന കാലത്താണ് ആ വിദ്യാർത്ഥി ആ സ്കൂളിലിരുന്ന് ആ ക്ലാസ്സിലിരുന്ന് ഈ അധ്യാപകൻ മറ്റൊരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുന്നതായിട്ട് ആ വീഡിയോ എടുത്ത് ഒരു സ്വകാര്യ ചാനലിന് കൈമാറിയിട്ടുള്ളത്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ആധികാരികതയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്വകാര്യ ചാനലിൽ കണ്ടൊരു നമ്പറിൽ ഞാൻ വിളിക്കാനിടയായി. അപ്പോൾ അവരിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തൃശ്ശൂർ വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു ചാനലിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ചാനലിലേക്ക് ഒന്ന് വിളിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാം. നിങ്ങളൊരു 6 മണിക്കൂർ മുന്നേ ഒരു അധ്യാപക ഒരു കുട്ടീനെ തള്ളുന്ന വീഡിയോ ഫേസ്ബുക്കിലിട്ടുണ്ടായില്ലേ? അതെ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണം നിങ്ങൾ? അധ്യാപനം പണി കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണോ? കുട്ടികൾ അങ്ങനെ തല്ലരുതല്ലോ. പിന്നെ എന്തിനാ കുട്ടീനെ തല്ലിയത്? കുട്ടീനെ +1 പഠിക്കുന്ന വിദ്യാർത്ഥിനെ തല്ലിയതാള്. എന്തിനാ തല്ലി? അതാ ചോദിക്കണേ. അത് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ ഇതെന്ന് പറയുമ്പോ വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമം നിലവിൽ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള രീതിയിൽ തല്ലുമ്പോ അല്ല, ആ കുട്ടീനെ എന്തിനാ തല്ലിയെന്ന് നിങ്ങൾക്ക് അറിയോ? അതിനെ കുറിച്ച് നിങ്ങൾക്ക് പോലും പറയാണ്ടോ? കുട്ടികളെ തല്ലാൻ അതവിടെ നിക്കട്ടെ മാഡം. ആ കുട്ടീനെ എന്തിനാ തല്ലിയെന്ന് നിങ്ങൾക്ക് അറിയോ? അതറിയില്ല. എന്നിട്ട് ഇതൊന്നും അറിയാണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഫേമസ് ആവണം. ഹലോ, എന്താ കട്ട് ചെയ്തത്? സംസാരിക്കാൻ നിൽക്കാൻ താല്പര്യമില്ലാത്തോണ്ട്. എന്താ സംസാരിക്കുക? നിങ്ങളൊരു മീഡിയക്കാരല്ലേ? മീഡിയക്കാരാണല്ലോ, അത് റെസ്പോൺസിബിലിറ്റി ആണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആ വീഡിയോ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ തന്നെ കണ്ട നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അതിലേക്ക് ഞങ്ങൾ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ റെഡി ആവുന്നത്? കണ്ട നമ്പറിലേക്കല്ലല്ലോ വിളിച്ചത്. ഈ ചാനലിന്റെ അടിയിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചത്. ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ടില്ല. എന്തിനാണ് മുഖ്യമന്ത്രിനെ വിളിച്ചിട്ട് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണ്ടേ? നിങ്ങൾ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ പറയൂ. നിങ്ങൾ ആരാണ് എന്താണ്? എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് വ്യക്തമല്ല അവിടെ. നിങ്ങൾ ആരാണ്? ഞാനൊരു സാധാരണ പൗരനാണ്. ഞാനൊരു സാധാരണ പൗരനാണ്. അതിലും കൂടുതൽ എന്ത് വിവരമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ആദ്യം സ്വന്തം ഐഡന്റിറ്റി എന്താ? നിങ്ങളുടെ വീഡിയോ ആരാണ് കാണേണ്ടത്? നിങ്ങളുടെ വീഡിയോ ആരാണ് കാണേണ്ടത്? കേട്ടല്ലോ, വളരെ മാന്യമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഒരു മാധ്യമം ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അതാണ് എന്റെ ചോദ്യം. അതോ ഒരു വീഡിയോ പുറത്തുവിടുമ്പോൾ ആ വീഡിയോയ്ക്ക് എന്തെല്ലാമാണ് ആ വീഡിയോ കൊണ്ടുണ്ടാവുന്ന ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ദോഷം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വേണ്ട ഒരു വീഡിയോ ഇതുപോലെ പബ്ലിഷ് ചെയ്യുമ്പോൾ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമൂഹത്തിന്റെ മക്കളെ ഇല്ലാതാക്കുകയാണോ ഈ മീഡിയയുടെ ഉദ്ദേശം? അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ചെറുതായിട്ട് ശാസിക്കേണ്ടതായിട്ട് വരും. നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പലപ്പോഴും സ്കൂൾ അധ്യാപകരിൽ നിന്ന് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയമുണ്ടായിരുന്നു. തെറ്റ് ചെയ്യരുത് എന്നൊരു ഭയം. തെറ്റ് ചെയ്യുന്നതിനും തെറ്റുകളിലേക്ക് കടക്കുന്നതിനും ഒരുപാട് വഴികളുള്ള ഈ കാലത്താണ് തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ പരക്കുന്നത്. ഇനി ആ അധ്യാപകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആ അധ്യാപകൻ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ അധ്യാപകൻ ഇനി ആളുടെ ലൈഫിൽ ഒരിക്കലും ആ വിദ്യാർത്ഥിയെ ശിക്ഷിക്കാൻ സാധ്യതയില്ല. അതുപോലെ നമ്മുടെ ഈ പുതുതലമുറ ആ അധ്യാപകനെ വലിച്ചു ചീന്താൻ പോവുകയാണ്. ഞാൻ ആ മീഡിയയോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ആ കുട്ടി എന്തിനാണ് ഒരു അധ്യാപകൻ തല്ലിയത്? അവർക്ക് ഒരേ ഒരു കാര്യമേ അറിയുള്ളൂ, നിയമം തല്ലാൻ പാടില്ല. തെറ്റ് ചെയ്താൽ തല്ലാൻ പാടില്ല. നമ്മുടെ പോലീസുകാർ എന്നാണോ തെറ്റ് ചെയ്യുന്നവരെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിയത്, അന്നു മുതലാണ് നമ്മുടെ തെറ്റുകൾ വർദ്ധിക്കാനും തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരു അനുഭവമാണ് ഈ സ്കൂൾ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്.
ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരിക്കലും അധ്യാപകരെയോ നമ്മുടെ സമൂഹത്തെയോ ഭയമില്ലാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നന്മ കണ്ടുകൊണ്ട് നാം നിർമ്മിച്ചിരിക്കുന്ന പല നിയമങ്ങളും തിന്മയിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ലതെന്ന് നാം കാണുന്ന പലതും തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം. അധ്യാപകര് വിദ്യാർത്ഥികളെ ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് കൃത്യമായ വീഡിയോയിൽ കാണാം, ആ അധ്യാപകൻ ആ കുട്ടിയെ വളരെ ക്രൂരമായിട്ടൊന്നല്ല തല്ലിക്കൊണ്ടിരിക്കുന്നത്, സാധാരണ രീതിയിൽ തൊടയിലാണ് തല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ അധ്യാപക കുട്ടീനെ ശിക്ഷിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ അധ്യാപകന് ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇനിയും ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മീഡിയയിലൂടെയും അത് തന്നെയാണ് നാം ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ, ഈ അധ്യാപിക ഈ കുട്ടിയെ ശിക്ഷിക്കുന്ന ഈ വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിലൂടെ ആ കുട്ടിയുടെ തെറ്റുകൾ ഇല്ലാതാവുകയും അതുപോലെ തന്നെ ആ അധ്യാപകൻ വലിയൊരു തെറ്റിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇനി ഈ അധ്യാപക സമൂഹം എങ്ങനെയാണ് നമ്മുടെ വരും തലമുറകളെ ഉപദേശിച്ച് നേരെയാക്കേണ്ടത്, ഏത് രീതിയിലുള്ള ഉപദേശമാണ് നമ്മുടെ മക്കൾക്കിനി ലഭിക്കേണ്ടത് എന്നുകൂടെ ഇതുപോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞു തരേണ്ടതാണ്. ഇത് ശരിയോ തെറ്റോ ചിന്തിക്കൂ സമൂഹമേ.